Hello, imagine you are in the middle of an OET speaking role play. You greet the patient, explain the purpose, and then suddenly you hit a wall. Should I ask, are you in pain or can you describe your pain? Sound familiar, alle? As a healthcare professional in the OET exam, the way you ask questions isn't just about grammar. It's about connection, clarity and clinical accuracy. In this video, we are diving deep into two powerful tools you use when you speak. They are open-ended questions and closed questions. അപ്പോൾ നോക്കാം അല്ലേ? ബാ. അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ let's see why are questions important in OET speaking. എന്തുകൊണ്ടാണ് നമ്മൾ സ്പീക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ, എപ്പോഴും ഓരോ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മളുടെ കോൺവെർസേഷൻ നമ്മൾ ക്യാരി ചെയ്ത് എൻഡിലെത്തുന്നത്. ഓരോ കാര്യങ്ങളും ചോദിച്ച് അറിഞ്ഞും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തും വീണ്ടും ചോദിച്ച് അതിനുള്ള അഡ്വൈസ് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ പോവാറ്. സോ when asking questions will really help gather information from patients. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ. ആൻഡ് ദിസ് ഓൾസോ ഷോസ് ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഷ്യൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച്. ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫീലിങ്സ്, കൺസേൺ ഒക്കെ മനസ്സിലായാലേ ആ പേഷ്യൻറ്റ് സെൻറ്റേർഡ് ഒരു മറുപടികൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളവിടെ മസ്റ്റാണ് അല്ലേ. ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു കണക്ട് with the patient, builds a rapport and clarifies the patient person. So ഇതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് OET സ്പീക്കിങ്ങിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും, ചിലർ കേട്ടിട്ടില്ലായിരിക്കും, പക്ഷേ നമുക്ക് എന്താണെങ്കിലും നോക്കാം. സോ ഇവിടെ നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും എന്താണെന്നും അതിലെ ഡിഫറൻസ് എങ്ങനെ സ്പോട്ട് ചെയ്യാമെന്നും ഏതൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇൻവൈറ്റ് ലോങ്ങർ മോർ ഡീറ്റെയിൽഡ് റെസ്പോൺസ്. ചോദ്യങ്ങൾ പല വിധമുണ്ട് അല്ലേ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ കുറേ ഉണ്ട്. അതിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ ചോദ്യം, ആ ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. കുറച്ചുകൂടെ അവരുടെ ഇപ്പോൾ ഒരു പേഷ്യൻ്റാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നതെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ നിന്ന് നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒരു എസ് ഓർ നോയിലോ ഒരു ചെറിയ ഒരു ഒറ്റവാക്കിലുള്ള ഉത്തരം ആയിരിക്കില്ല, കുറച്ചുകൂടി ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. അതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. ഒരു എക്സാമ്പിൾസ് നോക്കി, രണ്ട് എക്സാമ്പിൾ നോക്കി. ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് യുവർ സിംറ്റംസ് ആൻഡ് ദ അതർ വൺ ഇസ് ഹൗ ഹാസ് ദിസ് കണ്ടീഷൻ ബീൻ എഫക്റ്റിംഗ് യുവർ ഡെയിലി ലൈഫ്. ആ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് യുവർ സിംറ്റംസ് ചോദിച്ചാൽ നമുക്കൊരു ഒറ്റ വാക്കിൽ അതിനൊരു മറുപടി പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നേഴ്സ് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സിംറ്റംസിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾ ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ അല്ലേ കൊടുക്കുക, രാവിലെ എണീറ്റപ്പോൾ തൊട്ട് പെയിൻ ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഹൗ ഹാസ് ദിസ് കണ്ടീഷൻ ബീൻ എഫക്റ്റിംഗ് യുവർ ഡെയിലി ലൈഫ്. അവിടെയും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ കൺസേൺസ് ഇതെല്ലാം പറയണമെങ്കിൽ നമുക്ക് വരുന്ന ചോദ്യം എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. മനസ്സിലായോ? ഇനി ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഉത്തരങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഒന്നോ രണ്ടോ വാക്കിൽ മാത്രം നമുക്ക് ഉത്തരം മതി, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം മതി. ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ബി ആൻസേർഡ് വിത്ത് യെസ്, നോ ഓർ ഷോർട്ട് റെസ്പോൺസസ്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. ആർ യു ഫീലിംഗ് പെയിൻ റൈറ്റ് നൗ? ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആർ യു ഫീലിംഗ് പെയിൻ റൈറ്റ് നൗ എന്ന് ചോദിച്ചാൽ വാട്ട് വുഡ് യു സേ? എയ്തർ യെസ് ഓർ നോ അല്ലേ. ഹാവ് യു ടേക്കൺ എ മെഡിക്കേഷൻ ടുഡേ? മരുന്ന് എടുത്തിരുന്നോ എന്ന് ചോദിച്ചാൽ എന്താ പറയും? ഒന്നെങ്കിൽ എടുത്തു അല്ലെങ്കിൽ എടുത്തില്ല, അത്രയല്ലേ വരുള്ളൂ. അതിനപ്പുറം നമുക്ക് വേറെ എന്തെങ്കിലും ആ ചോദ്യത്തിൽ പറയാനുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലാണ് നമ്മൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി ഏതൊക്കെ അവസരത്തിലാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിക്കേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ടിപ്സ് ടു ഐഡൻറ്റിഫൈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഇതും തമ്മിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ വക ക്വസ്റ്റ്യൻസ്, അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും WH വേർഡ്സിലായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് WH വേർഡ്സ്. ഏതൊക്കെയാണ് WH വേർഡ്സ്? ഹൂ, വാട്ട്, വേർ, വെൻ, വൈ, ഹൗ അല്ലേ. ദാറ്റ് മീൻസ് ദീസ് ഇൻവൈറ്റ്
explanations or description. That means the purpose of open-ended questions is what? It will encourage the patient to elaborate their response. അല്ലെങ്കിൽ അവർക്ക് എന്താണോ പറയാനുള്ളത് അത് കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയാനായിട്ട് ഈ വക ക്വസ്റ്റ്യൻസ് പ്രോംപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്പ് us ടു എക്സ്പ്ലോർ ദെയർ ഫീലിങ്സ്. നമുക്ക്, അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ ഒരു സ്പേസിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എക്സ്പ്ലോർ ദെയർ ഫീലിങ്സ്, അതുപോലെ എന്താണ് കൺസേൺസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ നിന്നിട്ട് ഒരു പേഷ്യൻ്റെ കാര്യങ്ങൾ ചോദിച്ച് അതിനനുസരിച്ചുള്ള മെഡിക്കൽ കെയർ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വക ഇങ്ങനെ ചോദിക്കേണ്ടേ നമ്മൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, WHO വേർഡ്സിലായിരിക്കും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ തുടങ്ങുക. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദി ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? യു സാറ്റിസ്ഫൈഡ്, അങ്ങനെ ഒരു മീൻ ചെയ്യുന്നതായിരിക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയായിരിക്കാം? ഒരു ഡിസ്ക്രിപ്ഷൻ മോഡലിലായിരിക്കാം നമുക്ക് കിട്ടുന്നത്. ഇനി അതാണ് ഫസ്റ്റ് വേ ടു ഐഡൻറ്റിഫൈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തൊരു മാർഗ്ഗം എങ്ങനെയാണെന്ന് നോക്കാം. ലുക്ക് ഫോർ ക്വസ്റ്റ്യൻസ് ദറ്റ് കനോട്ട് ബി ആൻസർഡ് വിത്ത് ജസ്റ്റ് യെസ് ഓർ നോ. ഒരു ചെറിയൊരു എസ് അല്ലെങ്കിൽ നോയിലൂടെ മാത്രം ആൻസർ കൊടുക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചിന്തിക്കുക. എപ്പോഴും ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ദ പേഷ്യൻറ്റ് ഹാസ് ടു ഗീവ് ഡീറ്റെയിൽസ് ആൻഡ് ഷെയർ ആൻ എക്സ്പീരിയൻസ്. ഈ വക ചോദ്യങ്ങൾ അല്ലേ. വീണ്ടും, ക്യാൻ യു ഡിസ്ക്രൈബ് ദ പെയിൻ യു ഹാവ് ബീൻ ഹാവിങ്. പെയിൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ പെയിൻ നമുക്ക് പല രീതിയിൽ തോന്നാറില്ലേ. ഷാർപ്പ് പെയിൻ ഉണ്ടായിരിക്കാം, ഡൾ പെയിൻ ഉണ്ടായിരിക്കാം, അങ്ങനെ പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ആ രീതിയിൽ പറയണം. അപ്പോൾ അതൊരു എസ് ഓർ നോയിലോ അല്ലെങ്കിൽ ഷോർട്ട് റെസ്പോൺസിലോ അവർക്ക് വേണ്ട റെസ്പോൺസ് നമുക്ക് കൊടുത്താൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതാണ് നെക്സ്റ്റ് വേ. ദെൻ തേർഡ് വൺ ഇസ് ഇറ്റ് വിൽ ബി യൂഷ്വലി ലോങ്ങർ ആൻഡ് മോർ എക്സ്പ്ലോറേറ്ററി. നമുക്ക് ഈ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും, എക്സ്പ്ലോറേറ്ററി ആയിരിക്കും. വിൽ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ പേഷ്യൻസ് തോട്ട്സ്, ഫീലിങ്സ് ഓർ ദെയർ കണ്ടീഷൻ. എപ്പോഴും നമ്മളത് ചോദിക്കുന്നത് എന്താണ്? പേഷ്യൻ്റ് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് സിംറ്റംസിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തത് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. വാട്ട് കൺസേൺസ് ഡു യു ഹാവ് അബൌട്ട് യുവർ മെഡിക്കേഷൻ. ഇപ്പം ഒരു പേഷ്യൻ്റ് മെഡിക്കേഷനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ട്, സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കണം എന്നാണെങ്കിൽ യു കെൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. വാട്ട് കൺസേൺസ് ഡു യു ഹാവ് അബൌട്ട് യുവർ മെഡിക്കേഷൻ. ഓക്കെ, ഇത്രയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനുള്ള രീതി. ഇനി നമുക്ക് ക്ലോസ്ഡ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കിയാലോ. ഹൗ ടു ഐഡൻറ്റിഫൈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഓഫൺ സ്റ്റാർട്ട്സ് വിത്ത് ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സ് എന്താണെന്ന് അറിയാമല്ലോ. ഡു, ഡസ്, ഡിഡ്, ആർ, ഈസ്, ഹാസ്, ഹാവ്, വിൽ, ക്യാൻ. ഇതുപോലുള്ള ഓക്സിലറി വെർബ്സിലായിരിക്കും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ദീസ് സജസ്റ്റ് യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ. അപ്പം ഡു, ഡസ്, ഡിഡ് ഈ വക വാക്കുകളിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എപ്പോഴും റെസ്പോൺസസ് എങ്ങനെയായിരിക്കാം? ഒരു ഷോർട്ട് റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ഒരു എസ് അല്ലെങ്കിൽ ഒരു നോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഒരു വാക്ക്, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ നോക്കാം. ആർ യു ഫീലിംഗ് ബെറ്റർ നൗ? നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പം ബെറ്റർ ആവുന്നുണ്ടോ, ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ യു സേ? യെസ് അല്ലെങ്കിൽ നോ. അതാണ്. ഇനി ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ പേർപ്പസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വിക്ക് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ഗ്യാദർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ വക സിറ്റുവേഷൻസിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം മാത്രം നമുക്ക് ഡീറ്റെയിൽ മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം? ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പോൾ മറക്കണ്ട, ദിസ് closed questions start with auxiliary verbs such as do, does, did, are, is, have, has, will, can. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അടുത്ത മാർഗ്ഗം എങ്ങനെയാണ്? ലുക്ക് ഫോർ ഫാക്ച്വൽ ഓർ ബൈനറി ആൻസേഴ്സ്. യൂഷ്വലി ആസ്ക്ഡ് ടു, ചിലപ്പോൾ ചില കാര്യങ്ങൾ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. യൂസ്ഫുൾ ഫോർ കൺഫേമിങ് സ്പെസിഫിക് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഡു യു സ്മോക്ക്, നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിലത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഹാവ് യു ഈറ്റൻ ടുഡേ? ഇന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിരുന്നോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? സോ യെസ് അല്ലെങ്കിൽ നോ അവിടെ. ഓക്കെ, ദെൻ മൂന്നാമത് ഇറ്റ് വിൽ ബി ഷോർട്ട് ആൻഡ് ഡയറക്റ്റ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് പിടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ഷോർട്ടാണ്, ഡയറക്റ്റ് ആയിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെ നമുക്കിവിടെ
കിട്ടിയാൽ മതി. യൂസ്ഫുൾ ഫോർ ഗ്യാതറിങ് സ്പെസിഫിക് ഇൻഫർമേഷൻ ക്വിക്ക്ലി. അഗെയിൻ ഈസ് എ പെയിൻ എന്ന് മുമ്പേ പറഞ്ഞു, ഈസ് എ പെയിൻ ഷാർപ്പ് ഓർ ഡൾ. അപ്പോൾ ഒരു 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പെയിൻ തോന്നുന്നത് ഷാർപ്പായിട്ടാണോ അതോ ഡൾ പെയിൻ ആണോ? സോ നമ്മൾ എന്താ പറയുക, ഷാർപ്പാണെങ്കിൽ ഷാർപ്പ് എന്ന് പറയും, ഡള്ളാണെങ്കിൽ സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഷാർപ്പ് പെയിൻ എന്ന് നമ്മൾ പറയാറില്ലേ. ഇതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ. ഇനി ഞാൻ ഒരു കുഞ്ഞ് പ്രാക്ടീസ് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്. ഇവിടെ ഒരു 3 സെൻറ്റൻസുകൾ ഞാൻ ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ആർ യു ഇൻ പെയിൻ നൗ? ഹാവ് യു ടേക്കൺ യുവർ മെഡിക്കേഷൻ? ഈസ് യുവർ സ്ലീപ്പ് ഡിസ്റ്റർബ്? അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് കൺവേർട്ട് ദിസ് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ഓപ്പൺ എൻഡഡ് വൺസ്. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് ക്ലോസ് എൻഡഡ് എന്താണെന്നും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആക്കാമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് അവിടെ ഇൻട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയും നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പം എക്സ്പ്ലോറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ആൻഡ് അബൌട്ട് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ഇറ്റ് ഓൾവേസ് കൺഫേം ആൻഡ് ക്ലാരിഫൈ ദ പേഷ്യൻസ് ഡീറ്റെയിൽസ്. അത്രേ ഉള്ളൂ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അത്രയേ ഉള്ളൂ. ഇനി ഫ്യൂച്ചർ ക്ലാസ്സസ് കാണാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മുടെ മറ്റു ഡീറ്റെയിൽസും പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ സീ യു ലേറ്റർ, ബൈ.